നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലിയാം റോസ്നീർ പറഞ്ഞത് ആർക്കു പകരവും ഞാൻ ജാവോ പെഡ്രോയെ സ്വാപ്പ് ചെയ്യില്ല. എർലിംഗ് ഹാലൻഡ് ജാവോ പെഡ്രോയേക്കാൾ മികച്ച താരമല്ലേ എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ്. എർലിംഗ് ഹാലൻഡൊക്കെ നിലവാരത്തിലുള്ള കളിക്കാരൻ തന്നെയാണ് ജാവോ പെഡ്രോ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു റോസ്നീർ. ഇതാ വീണ്ടും അദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 കളികൾ എടുത്ത് നോക്കുക. ചെൽസിക്കായിട്ട് 6 ഗോളുകളും 1 അസിസ്റ്റുമാണ് ജാവോ പെഡ്രോയുടെ വക. FA കപ്പിൻ്റെ 5th റൗണ്ടിൽ റക്സാം ശരിക്കും ചെൽസിയെ ഞെട്ടിച്ച് കളഞ്ഞു. 90 മിനിറ്റ് കഴിയുമ്പോൾ മത്സരം സമനില. പിന്നെ എക്സ്ട്രാ ടൈമിലാണ് ചെൽസി വിജയിച്ച് കയറിയിരിക്കുന്നത്. 2-4 ഗോളുകളുടെ വിജയം. അതിലാണ് അവസാന ഘട്ടത്തിൽ ജാവോ പെഡ്രോ ഗോൾ അടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ ഗർനാച്ചോയുടെ ഗോളുണ്ടായിരുന്നു. പിന്നെ ജോഷ് അച്ചിംപോങ്ങിൻ്റെ ഗോളുണ്ടായിരുന്നു, യുവതാരത്തിൻ്റെ ഗോള്. ശേഷിക്കുന്ന ഗോള് റക്സാം താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു. ശരിക്കും ഞെട്ടിച്ചു റക്സാം എന്ന് പറയണം. 18ാമത്തെ മിനിറ്റിൽ സ്മിത്തിലൂടെ അവർ ലീഡെടുത്തതാണ്. 40ാമത്തെ മിനിറ്റിൽ ഓൺ ഗോൾ ചെൽസിക്ക് സമനില നേടിക്കൊടുത്തു. പക്ഷേ 78ാമത്തെ മിനിറ്റിൽ ഡോയിലിലൂടെ റക്സാം വീണ്ടും ലീഡെടുത്തു. അപ്പോഴാണ് 82ാമത്തെ മിനിറ്റിൽ അച്ചിംപോങ്ങിൻ്റെ ഗോള് ചെൽസിക്ക് സമനില നേടിക്കൊടുക്കുന്നത്. മത്സരം പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൽ ഗർനാച്ചോയും പിന്നെ ജാവോ പെഡ്രോയും ഗോളടിച്ചതോടെ മത്സരം 2-4 വിജയിച്ച് കയറി. ജാവോ പെഡ്രോയുടെ കാര്യത്തിൽ അദ്ദേഹം മികച്ച ഫോമിലാണിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 കളികൾ 6 ഗോളുകൾ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഈ കളിയിൽ തന്നെ FA കപ്പിലെ ഈ കളിയിൽ തന്നെ അദ്ദേഹം 35 മിനിറ്റാണ് കളിച്ചത്. അതിലൊരു ഗോള് അദ്ദേഹം ഉതിർത്തു, ഒരു ഷോട്ട് ഉതിർത്തു, അതുകൊണ്ട് ടാർഗറ്റ്, ഒരു കീ പാസ്. 29 പാസുകളിൽ 25 ലക്ഷ്യത്തിലേക്ക്, 3 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 2 വിൻ ചെയ്തു, ഒരു ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ്, അത് സക്സസ്ഫുൾ ആയിരുന്നു. സോ മികച്ച പ്രകടനം ജാവോ പെഡ്രോ തുടരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.